ഇവിടെ നമ്മൾ നമുക്ക് ഈ വാട്സപ്പിലെ കാറ്റലോഗ് സിസ്റ്റം തന്നെ ഉപയോഗിച്ചിട്ട് ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ഞങ്ങൾ അയച്ചിട്ടുള്ള ഒന്നുകിൽ ഇപ്പോൾ ഈ കാണുന്ന കാറ്റലോഗ് എന്ന് പറഞ്ഞ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സാധനങ്ങളൊക്കെ എല്ലാം ഇതുപോലെ ലിസ്റ്റ് ചെയ്യും. ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ സാധനങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓരോ കാറ്റഗറി വൈസ് ഇപ്പോൾ വുഡ് ആൻഡ് ഗിഫ്റ്റ്, കീ ചെയിൻ, ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറി നിന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ആ റൈറ്റ് സൈഡിൽ സി ഓൾ നടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഐറ്റംസും കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണിക്കും. അപ്പോൾ ആ സാധനം നമ്മൾ ആഡ് ടു കാർട്ട് എന്നുണ്ട് അടിയിലടിക്കാം. പിന്നെ അതിൽ നമ്പേഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്ലസ് മൈനസ് അങ്ങനെ ആഡ് ചെയ്താൽ മതി. പിന്നെ വേറെ ഏതെങ്കിലും അതിൽ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ തന്നെ വേറെ ഐറ്റംസ് ആഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് നമുക്ക് അതിൽ കീ ചെയിൻ ഒരെണ്ണം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ കീ ചെയിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആഡ് ടു കാർട്ട് അടിച്ചാൽ മതി. ഇതിൽ നമുക്ക് കൗണ്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കാം കേട്ടോ. വേണം കുറവും കൂടുതലുള്ള എണ്ണം എത്ര വേണ്ടെന്നുള്ളത് പ്ലസ് മൈനസും ആക്കിയിട്ട് കൊടുക്കാം. അതുപോലെ ഇതിൽ നമുക്ക് ഗിഫ്റ്റ് ബോക്സുകൾ ആഡ് ചെയ്യാൻ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഡയറി മിൽക്കിൻ്റെ 100 രൂപയുള്ള ചോക്ലേറ്റ് 2 3 എത്ര നിങ്ങൾ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗിഫ്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ ഇതിൽ ഞങ്ങളിപ്പോൾ അവൈലബിൾ ഇതിൽ എന്തെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ നിങ്ങളെ അത് അറിയിക്കും. മിക്കവാറും അതെല്ലാം സ്റ്റോക്ക് ഉള്ളത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് അത് നമ്മൾ പറയും. നോർമലി 80 രൂപ വരിക, പക്ഷേ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 100 150 200 അങ്ങനെ ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ COD ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഞങ്ങൾ ആ നമ്പർ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ COD ചെയ്യുള്ളൂ. അതുപോലെ അതിന് COD ചാർജസ് കൂടുതലാണ്. അതുപോലെ ഡെലിവറി ടൈമും നോർമലി എന്ന് പറഞ്ഞാൽ 4 to 8 days വരുന്നത് ഡെലിവറി ഒക്കെ ആകുമ്പോൾ ഒരു 5 to 10 days ഒക്കെ വരും. അതുപോലെ COD ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസും പേ ചെയ്യേണ്ടി വരും. ഓക്കെ.